ട്രേഡേഴ്സ് ഇന്നൊരു ലൈവ് ട്രേഡ് അല്ല, ട്രേഡ് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ വൈകുന്നേരമാണ്, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് ലൈവ് ട്രേഡ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ സമയം 7 മണിക്കാണ് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ട്യൂസ്ഡേ ഒക്ടോബർ 14 നമ്മൾ ഇന്ന് എടുത്തത് 2 ട്രേഡാണ് എടുത്തത്. രണ്ടും ഒരേ സ്ട്രൈക്ക് പ്രൈസിലാണ് എടുത്തത്. 56,300 കോൾ ഓപ്ഷനാണ് എടുത്തത്. ആദ്യത്തെ ട്രേഡ് എടുത്തത് 12.56 അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ രണ്ടും ഇന്നൊരു ഫോളിംഗ് മാർക്കറ്റ് ആയിരുന്നെങ്കിലും രണ്ടിലും ഒരു കോൾ ഓപ്ഷൻ തന്നെയാണ് ബൈ ചെയ്തത്. ആദ്യത്തിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുകയായിരുന്നു, രണ്ടാമത്തേലാണ് നമ്മളുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ഞാൻ ട്രേഡ് എടുക്കാനുള്ള റീസണും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. മാർക്കറ്റ് ഫോളിംഗ് മാർക്കറ്റ് ആയിരുന്നു. ഈ ഫോളിംഗ് മാർക്കറ്റിന് ശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കുന്നത് കണ്ടു. ഈ ബേസിൻ്റെ ഫോർമേഷന് ശേഷം ഫസ്റ്റ് ട്രേഡ് എടുത്തത് 12.56 ക്യാൻഡിലാണ് നമ്മളുടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. 12.56 എന്ന് പറയുമ്പോൾ ഇച്ചിരി ക്യാൻഡിലിനെ വലുതാക്കി കഴിഞ്ഞതാ ഇതായിരുന്നു 12.56 ക്യാൻഡിൽ. ഈ ഒരു പർട്ടിക്കുലർ ഇൻഡിസിഷൻ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തു. ജസ്റ്റ് നമ്മൾ സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റും എക്സാക്ട്ലി ക്യാൻഡിലിൻ്റെ ലോ ആയിരുന്നു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. 1.7 എന്ന് പറയുമ്പോൾ എനിക്ക് എന്താ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഈ ലോയെ ബ്രേക്ക് ചെയ്തെങ്കിലും പ്രീമിയം വൈസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. വീണ്ടും മാർക്കറ്റ് മേളിലേക്ക് പോകാൻ തുടങ്ങി. വീണ്ടും തിരിച്ച് താഴത്തേക്ക് വന്നപ്പോഴാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തത്. ജസ്റ്റ് ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 650 എടുത്തു. 660 നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് കിട്ടി. 650 152 ഏകദേശം ഒരു 10 പോയിൻറ്റ്സിൻ്റെ മാത്രമായിരുന്നു സ്റ്റോപ്പ് ലോസ് ഉണ്ടായിരുന്നത്. അതിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ ബുക്ക് ചെയ്തു. അടുത്ത ട്രേഡ് എടുത്തത് 1.25 1.25 എന്ന് പറയുമ്പോൾ ഏതായിരുന്നു ക്യാൻഡിൽ? 1.25. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ ഒന്ന് ഡ്രോ ചെയ്ത് കാണിക്കേണ്ട. ഈ ഒരു ഹാമർ ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇവിടെ ട്രേഡ് എടുത്തു. ഹാമറിൻ്റെ ലോ തന്നെയാണ് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചത്. ഇവിടെ നമ്മളൊരു 50 പോയിൻറ്റ്സ് ആണ് 100 പോയിൻറ്റ്സ് തന്നെ സെയിം നമ്മൾ വയ്ക്കാറുള്ള ടാർഗറ്റും ഇതിൻ്റെ താഴത്തുള്ളൊരു ഏരിയ ആയിരുന്നു സ്റ്റോപ്പ് ലോസ് ആയിട്ട് വെച്ചിരുന്നത്. മാർക്കറ്റ് അവിടുന്ന് നല്ലൊരു മൊമെൻറ്റം ചെയ്തു. ഇപ്പം നിങ്ങൾക്കൊരു 4,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കണ കാണാം. ആദ്യത്തെ നമ്മളുടെ ഒരു ലോസിനെ റിക്കവർ ചെയ്തിട്ട് ബാക്കിയാണ് പ്രോഫിറ്റ് അച്ചീവ് ചെയ്തത്. ഇവിടം വരെ മാർക്കറ്റ് കുറച്ച് നേരം ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ട്രേഡ് എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല, മാർക്കറ്റ് ഇവിടെ കുറേ ടൈം, ഇത് 5 മിനിറ്റ്സ് ക്യാൻഡിലാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. മേളിലേക്ക് പോയി നമ്മളുടെ ടാർഗറ്റിന് മുന്നേ കുറേ നേരം മാർക്കറ്റ് സൈഡ് വൈസ് ആയിരുന്നു. കുറേ പേഷ്യൻസ് ടച്ച് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റ് നമ്മളുടെ ടാർഗറ്റ് തന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടുന്ന് കണ്ടിന്യൂസ് ഒരു അപ്സൈഡ് മൊമെൻറ്റം നടന്നതായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ഓവറോൾ കുറേ ടൈം എടുത്തു. നമ്മൾ 1.25 എടുത്ത ട്രേഡ് ഏകദേശം ഈയൊരു 1 മണിക്കൂറിന് മേളിലെടുത്തു നമ്മളുടെ പ്രോഫിറ്റ് അടിക്കാൻ വേണ്ടി. ഒരു 2-2.5 റേഞ്ച്. അപ്പോൾ 1 മണിക്കൂറിന് മേളിൽ ഏകദേശം എടുത്തിട്ടുണ്ട് നമ്മളുടെ ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി. 648 എടുത്തു. എക്സാക്ട്ലി 50 പോയിൻറ്റ്സിൻ്റെ ആയിരുന്നു നമ്മൾ ടാർഗറ്റ് വെച്ചിരുന്നത് പ്രീമിയം വൈസ്. അതൊരു 1 അവറോളം ഏകദേശം 1 അവറിന് മേളിലോളം എടുത്തു. സോ ഈ ഒരു ഏരിയ വന്നപ്പോഴാണ് നമ്മളുടെ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിൽ ഓവറോൾ 2 ട്രേഡാണ് എടുത്തത്. രണ്ടും കൂടെ ഓവറോൾ ഒരു 4,000 പ്ലസിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്.